This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന
ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ 19 എപ്പിസോഡുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ നാം വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും, യഹൂദന്മാരും ജാതികളും ഒരുപോലെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്ന് ദൈവക്രോധത്തിൽ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ പാപത്തിലൂടെ ദൈവത്തെ തന്നെ നഷ്ടപ്പെടുത്തി, അഥവാ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ തേജസ്സിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പാപത്തിൽ വീണുപോയ മനുഷ്യൻ അവൻ്റെ സ്വന്തം കാര്യപരിപാടികളിലൂടെ, പ്രവൃത്തി മാർഗങ്ങളിലൂടെ അവൻ്റെ പാപങ്ങളെ പരിഹരിച്ച് നിത്യരക്ഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് അക്ഷീണമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും, അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, കുറ്റവിമുക്തനാക്കപ്പെടത്തില്ല. ഇനി 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി പാപത്തിൽ വീണുപോയ ഒരു മനുഷ്യനെ ദൈവം രക്ഷിച്ച്, പാപങ്ങൾ മോചിച്ച്, അവന് തൻ്റെ നീതി ദാനമായി കൊടുത്ത്, അവനെ നീതീകരിച്ച്, അവനെ നീതിമാനാക്കി നിത്യരക്ഷയിലേക്ക് മടക്കി വരുത്തുന്ന ദൈവിക വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുക. യേശുക്രിസ്തു സകല മാനവജാതിക്കും പകരക്കാരനായി ഭൂമിയിൽ വന്ന് സകല മാനവജാതിയുടെയും പാപത്തെ തൻ്റെ ശരീരത്തിൽ മേൽ ചുമന്ന് നമുക്ക് പകരമായ ക്രൂശിന്മേൽ കയറി പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിനോട് ചെയ്തതും യേശുക്രിസ്തുവിന് സംഭവിച്ചതും അവൻ്റെ ജീവിത മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ പൂർത്തീകരിച്ചതെല്ലാം ദൈവം നമ്മുടെ അക്കൗണ്ടിൽ കണക്കാക്കുകയാണ്. ദൈവം നമ്മെ വീണ്ടെടുത്ത്, പാപങ്ങൾ മോചിച്ച് വീണ്ടെടുത്ത്, നമ്മെ നീതീകരിച്ച് നീതിമാന്മാരാക്കി സ്വർഗസ്ഥലങ്ങളിൽ തൻ്റെ പുത്രൻ്റെ കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഇതാണ് സുവിശേഷം. ഈ കാര്യപരിപാടിയിലൂടെ, ഈ വീണ്ടെടുപ്പിലൂടെ ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. താൻ നീതിമാനായ ന്യായാധിപനെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി മാർഗത്തിൻ്റെയും ആവശ്യമില്ല, മറിച്ച് വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താൽ ദൈവം നിങ്ങളെ സൗജന്യമായി നീതീകരിക്കുകയാണ്. ഈ ആത്മീയ മർമ്മങ്ങളെ കുറച്ചും കൂടെ വ്യക്തമാക്കുവാൻ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ട ആ ചരിത്ര സത്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 4-ാം അധ്യായം നാം പഠിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നു, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം പഠിച്ചത്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പുകഴുവാൻ കഴിയത്തില്ല. കാരണം അവൻ രക്ഷ പ്രാപിക്കുന്നത്, നീതീകരിക്കപ്പെടുന്നത്, പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാലാണ്, ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. അതുകൊണ്ട് അബ്രഹാമിന് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പുകഴുവാൻ കഴിയത്തില്ല. 3-ാം വാക്യം പറയുന്നു,
തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി അക്കൗണ്ട് ചെയ്തു. അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു. ഇത് വേദപുസ്തകത്തിലെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ദൈവനീതിയെക്കുറിച്ചുള്ള ഈ സുവിശേഷം ഒരു പുതിയ ഉപദേശമല്ല. വേദപുസ്തക ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അബ്രഹാം പാപങ്ങൾ മോചിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് നീതിമാനായത് അവൻ്റെ പ്രവൃത്തികൾ നിമിത്തമല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അന്നുവരെ ലോകത്തിലെ മനുഷ്യൻ സത്യദൈവത്തെ അറിയാതെ പ്രകൃതി ശക്തികളെയും ബിംബങ്ങളെയുമൊക്കെ ഉണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവം തന്നെ അബ്രഹാമിന് വെളിപ്പെടുത്തിയപ്പോൾ, അവനോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിലും അവൻ്റെ വചനത്തിലും വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൈവം നീതിയായിട്ട് കണക്കാക്കി. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കാക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? വ്യക്തമാക്കാം. അബ്രഹാം പാപിയായ ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണം അബ്രഹാമിനെ ദൈവം ന്യായം വിധിക്കണം. അവൻ നിത്യമരണം അനുഭവിക്കേണ്ട ഒരു പാപിയാണ്. എന്നാൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ തീരുമാനമെടുത്തു. അബ്രഹാമിനെ മാത്രമല്ല, അബ്രഹാമിലൂടെ ലോകത്തിലെ സകല ജാതികളെയും അനുഗ്രഹിക്കുവാൻ, അതായത് അബ്രഹാമിലൂടെ അവൻ്റെ സന്തതിയിലൂടെ ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ, അവരെ പാപങ്ങളെ മോചിക്കുവാൻ, അവരെ നിത്യമായി വീണ്ടെടുത്ത് തൻ്റെ തേജസ് കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിന് തൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ ത്യജിക്കാൻ കഴിയത്തില്ലല്ലോ. അവൻ നീതിമാനായ ന്യായാധിപനായതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം ന്യായം വിധിക്കേണ്ടതാണ്. എന്നാൽ സ്വർഗത്തിലെ കോടതി ഒരു നിയമം പാസാക്കി. അതായത് ആരെങ്കിലും താനുണ്ടെന്ന് അവൻ്റെ മുമ്പാകെ വെളിപ്പെടുത്തുമ്പോൾ, അതായത് ദൈവമുണ്ടെന്ന് ദൈവം തന്നെ ഒരുവന് വെളിപ്പെടുത്തുമ്പോൾ, തൻ്റെ വചനത്തിൽ തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തെ നീതിയായി അക്കൗണ്ട് ചെയ്യും. അവൻ പാപിയായ മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി അക്കൗണ്ട് ചെയ്ത് ദൈവത്തിൻ്റെ നീതി അവൻ്റെ മേൽ കണക്കിട്ട് ആ നീതിയാൽ അവനെ നീതീകരിക്കുന്നു. അതായത് പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കി അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിലെ സത്യമായ സുവിശേഷം. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാലല്ല അവൻ നീതിമാനാകുന്നത്. ഇന്നത്തെ സകല മനുഷ്യരും സകല മതങ്ങളും അവനവൻ്റെ പ്രവൃത്തികളിലൂടെ, സൽപ്രവൃത്തികളിലൂടെ, നീതിപ്രവൃത്തികളിലൂടെ നീതി തികച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാനാകാൻ ശ്രമിക്കുമ്പോൾ ദൈവം എഴുതി വച്ചിരിക്കുന്നു, വിശ്വാസത്താൽ ദൈവം ഒരുവന് നീതി കൊടുക്കുകയാണ്. ഒരുവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് ആ നീതിയാൽ അവനെ നീതീകരിച്ച് അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൽ ഏകദേശം 9 തവണയാണ് ദൈവം ഒരുവൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്നു എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിങ്കൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ഒരെണ്ണം പോലും ലംഘിക്കാതെ എല്ലാ കൽപ്പനകളും പൂർത്തീകരിച്ചാൽ അവൻ സ്വയമായി നീതി തികച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാനായി മാറ്റപ്പെടുകയാണ്.
എന്നാൽ പുതിയ ഉടമ്പടിയുടെ ക്രമത്തിൽ അഥവാ സ്വർഗത്തിലെ യഥാർത്ഥമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരുവൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുകയാണ്. ദൈവം ഇനി അവനെ പാപിയായി കാണുന്നില്ല. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങൾ എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പഠനം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അബ്രഹാമിന് നൽകിയ ചില വാഗ്ദത്തങ്ങൾ ഈ 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ് ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന്. അത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ദൈവം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു ഉടമ്പടിയുണ്ട്, എനിക്ക് നിന്നോട് ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ മറ്റൊരു വാഗ്ദത്തം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ദൈവം അബ്രഹാമിന് രാത്രിയിൽ വെളിയിൽ കൊണ്ടുവന്നിട്ട് ആകാശത്തെ കാണിച്ചു കൊടുത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതികളെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. ഈ 2 വാഗ്ദത്തങ്ങൾ ദൈവം അവനോട് പറയുമ്പോൾ അവൻ ഏകദേശം 99-100 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. അവൻ്റെ ശരീരം നിർജീവമായി പോയി. ഒരു പൈതലിനെ ജനിപ്പിക്കുവാനുള്ള ശേഷി അവൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഇല്ല. അവൻ്റെ ഭാര്യ സാറ വയസ്സ് ചെന്ന് വൃദ്ധയായിരിക്കുകയാണ്. അവരുടെ ഗർഭാശയവും നിർജീവമായി പോയി. അബ്രഹാമും സാറായും 2 പേരും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ള ശാരീരികമായിരിക്കുന്ന ബലത്തിലല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ദൈവം അവർക്ക് സന്തതികളെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു എന്ന് വചനം പറയുകയാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത മറ്റു ചില വാഗ്ദത്തങ്ങളും കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, ദൈവം അനുഗ്രഹം കൊടുത്തത് അബ്രഹാമിന് മാത്രമല്ല, അവന് മക്കളെ കൊടുക്കാമെന്ന് മാത്രമല്ല പറഞ്ഞത്, അവൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല പറഞ്ഞത്. ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ അബ്രഹാമിലൂടെ ഈ ഭൂമിയിലെ സകല ജാതികളെയും ദൈവത്തിന് അനുഗ്രഹിക്കണം. നോക്കുക, അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ സകല വംശങ്ങളെയും സകല ജാതികളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇത് കുറച്ചും കൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോൾ ദൈവം അബ്രഹാമിന് അവൻ്റെ ആദ്യജാതനായി ഇസ്ഹാക്കിനെ കൊടുത്തു. അവനേറെ സമ്പത്തും സമൃദ്ധിയും കൊടുത്തു. തൻ്റെ ആദ്യജാതനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം അവനോട് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന അവൻ അനുസരിച്ചു. തൻ്റെ ആദ്യജാതനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് അവൻ തീരുമാനമെടുത്തു. ആ പ്രവൃത്തി നടത്തുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം അബ്രഹാമിൽ പ്രസാദിച്ചിട്ട് അവന് വീണ്ടും അനുഗ്രഹം കൊടുക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ 17-ാം വാക്യം തുടങ്ങി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും.
നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ദൈവം വീണ്ടും അവരോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളെയും ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. എന്നാൽ 18ാം വാക്യമാണ് നമുക്കിപ്പോൾ വായിക്കേണ്ടത്. ആ വാഗ്ദത്തം ദൈവം അവിടെ തുടരുകയാണ്. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുകയാണ്. നോക്കിയേ, ദൈവം പല വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഈ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ ദൈവം ഇപ്പോൾ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് പറയുന്ന ഒരു വാഗ്ദത്തമാണ് 18ാം വാക്യത്തിൽ. എന്താണത്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് പറയുകയാണ്. നേരത്തെ വാഗ്ദത്തങ്ങൾ പറഞ്ഞപ്പോൾ ഭൗതികമായ നന്മകളുടെ സന്തതികളെ കൊടുക്കുമെന്ന്, സമൃദ്ധി കൊടുക്കുമെന്ന്, അനുഗ്രഹം കൊടുക്കുമെന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല ജാതികളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെ കൊണ്ട് തന്നെ ആണയിടുകയാണ്. അർത്ഥം, ദൈവത്തിന് ഇനി ഒരിക്കലും അത് മാറ്റിപ്പറയാൻ കഴിയത്തില്ല. ദൈവത്തിന് ഇനി ഭോഷ്ക്ക് പറയാൻ കഴിയത്തില്ല. അവനെ കൊണ്ട് തന്നെ ആണയിട്ടിട്ട് പറയുന്നു, അബ്രഹാമേ, നിന്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല വംശങ്ങളെയും സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം എന്താണെന്ന് ഞാൻ നിങ്ങളെ തുടർന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും ചേർത്ത് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അത് വായിച്ചു കേൾപ്പിക്കാം. ഈ എല്ലാ വാഗ്ദത്തങ്ങളുടെയും ഒരു സംഗ്രഹമായി റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ രത്നച്ചുരുക്കമാണ് ദൈവം അബ്രഹാമിനെ, അവൻ്റെ സന്തതിയെ ലോക അവകാശി ആക്കും എന്നുള്ളത്. എന്താണ് അബ്രഹാമിനെ അഥവാ അവൻ്റെ സന്തതിയെ ലോക അവകാശിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം? അബ്രഹാമിൻ്റെ സന്തതി അത് ബഹുവചനത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ഏകവചനത്തിലാണ്. അത് ക്രിസ്തുവത്രേ. ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ അവകാശി. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളുമെല്ലാം ദൈവത്തിൻ്റേതാണ്. യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ മഹാരാജാവാണ്. ഈ ദൈവത്തിലും അവൻ്റെ വചനത്തിലും അവൻ്റെ വാഗ്ദത്തത്തിലും അബ്രഹാം വിശ്വസിച്ചു. ആ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി അക്കൗണ്ട് ചെയ്തു. അതുപോലെ യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ, അവൻ ക്രൂശിൽ നിവർത്തിച്ച ഈ നിത്യരക്ഷയിൽ വിശ്വസിക്കുമ്പോൾ, അവൻ സ്ഥാപിക്കാൻ പോകുന്ന ഈ നിത്യരാജ്യത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെയും ദൈവം നീതിയായിട്ട് അക്കൗണ്ട് ചെയ്ത് ആ നീതിയാൽ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്ത് നമ്മെ നീതീകരിച്ച് നീതിമാന്മാരായി പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ നിത്യജീവനും നിത്യ തേജസ്സിനും നിത്യരാജ്യത്തിനും നമ്മെ അവകാശികളാക്കി തീർക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന
40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.